Welcome to AMTC Onam 2024 ഓണത്തുമ്പി. നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായി ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ KM ജോൺസൺ അങ്കിളിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സർവ്വത്തിൻ്റെയും ഉടയനായ ദൈവമേ, സ്വർഗീയ പരപിതാവേ, അനുഗ്രഹപ്രദമായ വിശ്വാസത്തിന്റെ പ്രഭാത സമയത്തിനാണ് നന്ദിയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങളെ ഒരുമിച്ച് കൂടിൻ്റെ മുഖാന്തരങ്ങളെ കർത്താവ് അറിയുന്നുണ്ടല്ലോ. ഓണം എന്നുള്ളത് കർത്താവെ സമത്വസുന്ദരമായ ഒരു ലോകത്തിന് വേണ്ടിയുള്ള കർത്താവെ കാഴ്ചപ്പാടാണല്ലോ. ലോകമെങ്ങും മലയാളികളെ ഓണം ആഘോഷിക്കുന്ന ആ വേളയിൽ അടികൾക്കും എൻ്റെ ഭാവമാക്കുവാൻ തക്കോണം ഇടയാക്കവയോത്ത് നന്ദിയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കളവും ചതിയും പൊളിവചനങ്ങളും അക്രവും അനീതിയും അസൂയമില്ലാത്ത ഒരു ലോകത്തിൽ വിഭാവനം ചെയ്യുന്നതാണല്ലോ ഓണാഘോഷങ്ങൾ. അതിനായിട്ട് ഞങ്ങൾക്ക് ഏവർക്കും കർത്താവെ പ്രവർത്തിപ്പാനായിട്ട് നിങ്ങളെ ശക്തീകരിക്കണമേ, സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ വചനങ്ങളൊക്കെയും അതിനോട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ. അതിനായി പ്രവർത്തിപ്പാൻ തക്കോണം നിങ്ങൾ ഇടയാക്കണമേ. ഇടയെ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടയെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഐക്യത്തോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ ആയിരിക്കാൻ തക്കോണം എല്ലാവരെയും സഹായിക്കണമേ. ഇതിന് ഭാവയെ നിലനിൽക്കുന്ന അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ. ഇതിന്റെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവസാന്നിന്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവാനുഗ്രഹത്തോടെ സകല കാര്യങ്ങളും പൂർത്തീകരിച്ചെടുപ്പാൻ തക്കണം നിങ്ങളെല്ലാം സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാവർക്കുമായി തീരണമേ. കുറവും വീഴ്ചകളൊക്കെയും ക്ഷമിക്കണമേ. മാനവും മോത്ത് കൊടുക്കണം. സകലേശുവിനെ നാഥൻ അപേക്ഷിക്കുന്നു. ഇവരുടെ കേൾക്കുമാറാകണമേ. താങ്ക് യു ജോൺസൺ അങ്കിൾ. ഇനി അടുത്തതായി വെൽക്കം സ്പീച്ച് പറയുന്നതിനായി അഡ്ലേഡ് മാർത്തോമ ചർച്ചിന്റെ സെക്രട്ടറി മിസ്റ്റർ ബിബിൻ തോമസ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ബിബിൻ തോമസിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Hello everyone and all my dear parishioners. A warm and hearty welcome to each one of you as we gather here today to celebrate the joyous occasion of Onam in our beloved church. It is a wonderful privilege to come together as a community to commemorate this festival, which holds a special place in the hearts of our Christian brothers and sisters from Kerala and across the world. Onam is a festival that transcends cultural and religious boundaries, symbolizing unity, prosperity, and the spirit of togetherness. As we rejoice, let us take a moment to reflect on the abundance of blessing that God had bestowed upon us. Not only in terms of material wealth, but also in the richness of love, compassion, and fellowship that we share within our church family. The story of Onam revolves around the King Mahabali, who was a legendary in his time, known for his love and devotion to his people. Today, as we commemorate this vibrant festival, let us also celebrate the essence of Christianity, which calls us to love one another, care for the less fortunate, and foster an atmosphere of unity and understanding in our church and beyond. Once again, I extend my warmest welcome to all of you for this joyful occasion of Onam in our church. May this celebration strengthen the bond of fellowship among us and ignite a flame of hope and love that continues to shine brightly in our hearts and in the world. May God bless each one of us abundantly, and may the spirit of Onam and the teaching of Christ guide us as we journey together in the faith and love. Heavenly blessings to you all. Thank you. Thank you, Bibin. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ 2024 പൊന്നോണപ്പുലരിയിലേക്ക് സ്വാഗതം. To start off our event, we will have our inauguration ceremony, and for the ceremony, let's welcome our very own and beloved Vicar, Reverend G. Wilson Atton, Secretary Bibin Thomas, Trustees Sunil Matthew and Geo Johnson, and parents of the parishioners. To light the lamp,
and officially begin our Onam celebrations. Thank you, everyone. Just some housekeeping rules for those who are new to the hall. The toilets are towards the back of the hall, and the men are towards my left, and for the women it's towards the right. Thank you. എല്ലാവരും ഹാപ്പിയാണോ? ഓണം കൂടാൻ റെഡിയാണോ? ഓക്കെ. ഇപ്പൊ ഓണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു അനുഭവമാണ് അല്ലേ? നമുക്ക് ഓണം എന്ന് പറയുന്നത് ഒരുപാട് അനുഭവങ്ങളുടെ ഒരു നിറകുടമാണ്. അത് മാത്രമല്ല, ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ദേശീയ ഉത്സവമായിട്ടാണ് ഓണത്തെ കണക്കാക്കുന്നത്. ഓണക്കാലത്തെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. പൂക്കൾ പറിക്കാൻ പോകുന്നതും പൂക്കളം ഇടുന്നതും ഊഞ്ഞാലാടുന്നതും എന്തിന് തിരുവാതിര മുതൽ മാവേലി തമ്പുരാനെ വരെ എതിരേൽക്കാൻ ഉള്ള ഒരു ഓണക്കാല വിശേഷങ്ങളുടെ ഓർമ്മകളാണ് നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഓണസദ്യയാണ്. സദ്യ ഇല്ലാതെ എന്തോന്ന് ഓണം ഇല്ലേ? നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും നാവിൻ്റെ തുമ്പത്ത് രുചിയേറുന്ന ഓർമ്മകൾ ഉണർത്തുന്ന ഒരു കാര്യമാണ് ഓണസദ്യ. ഓണസദ്യ ഇല്ലെങ്കിൽ ഓണത്തിന് ഒരു പ്രാധാന്യവും ഉണ്ടാവത്തില്ല. അപ്പൊ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓർമ്മ വരുന്നത് നമ്മുടെ മഹാബലി തമ്പുരാനെയാണ്. മഹാബലിയുടെ കാലത്ത് മനുഷ്യരെല്ലാവരും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ഇവിടെ കൂട്ടായ്മയിൽ വളരെയധികം സന്തോഷിച്ച് ആനന്ദിച്ച് അർമാദിച്ച് നമുക്കും ഇവിടെ അഭിമാനിക്കാം. ഇവിടെ നമ്മുടെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മളെ എല്ലാം രസിപ്പിക്കാനും ചിരിപ്പിക്കാനുമായിട്ട്. അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് ഈ ഓണത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഓണത്തിൻ്റെ സന്ദേശം അഥവാ തീം എന്ന് പറയുന്നത് ഓണത്തുമ്പിയാണ്. അപ്പോൾ ഓണത്തുമ്പി എന്തോ ആണെന്നും ഓണത്തിന് ഈ തുമ്പിയുടെ പ്രാധാന്യം എന്തോ ആണെന്നും നിമ്മി പറയുന്നതായിരിക്കും. Thanks, Nidhi. So everybody might be wondering why the theme was Onathumbi. So I'm just going to tell you all a little story as to why we have the theme Onathumbi and what's the importance of Onathumbi for Onam. For those of you little ones, listen carefully, okay? It's a beautiful story, alright? So Onathumbi has another name. It's also called as Onathambi.
I don't know if you know the meaning of the name Thambi. Thambi means brother. And it has the whole symbolic meaning of Onathumbi is a prosperity and happiness. So the story goes by saying that there was a ruler called Mahabali. Alright? There was a ruler called Mahabali. And this is a mythical figure actually. And it's told in the Kerala folklore. So according to the story, it goes by saying that King Mahabali was asked to go on an exile and surrender his kingship. So what he did was, his people got all very sad because they couldn't see him. What they did was, what Mahabali did is, he sent his beloved brother Onathumbi as an emissary instead of him to bring them happiness and to take care of them. So what happened after that was that the people, are you listening everyone? Yeah? Alright. So what happened with the story is that when it was time for Onathumbi to return back to Mahabali, all the people got sad. So in his remembrance, but he still had to return because it was his land and he had to go back. And the story goes by saying that everybody started making a figurine of Onathumbi, and it was remembered since then for Onam. And so it's symbolic, and that's the importance of Onathumbi for all our Onam celebrations. And still till date, for Onam, we place the figurine next to a pookalam or the floral arrangements for every single Onam. Alright? താങ്ക് യു നിമി. വളരെ മനോഹരമായ ഓണത്തുമ്പിയെ പറ്റി പറഞ്ഞു തന്നതിന്. ഇത് പലർക്കും അറിയത്തില്ല എന്ന് കരുതുന്നു ഈ കഥയെ പറ്റി. പക്ഷേ ഇത് വളരെ മനോഹരമായിട്ട് നമ്മുടെ അടുത്ത് ഇന്ന് പ്രസൻറ്റ് ചെയ്തതിന് വളരെയധികം താങ്ക്സ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കേരളത്തിലെ വനിതകളുടെ ഒരു അഭിമാനത്തിൻ്റെ മുഖമുദ്രയായ ഒരു കലാരൂപമാണ്, ഒരു സംഘ നൃത്ത കലാരൂപമാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. തിരുവാതിരയില്ലെങ്കിൽ നമുക്ക് ഈ ഓണം ഒന്നും സമ്പൂർണ്ണമാകത്തില്ല അല്ലേ? അപ്പോൾ കേരളക്കര മുഴുവൻ സൗന്ദര്യം വാർത്ത് വെച്ചിരിക്കുന്നത് ഈ തിരുവാതിര പെൺകുട്ടികളിലാണ്. കേരളത്തിൻ്റെ മുഴുവൻ സൗന്ദര്യം നമ്മൾ ഈ തിരുവാതിര കളിക്കുന്ന പെൺകുട്ടികളിൽ കാണാറുണ്ട്. കാരണം കേരളത്തിൻ്റെ തനിമയും വേഷവിധാനവും പ്രൗഢിയും എല്ലാം എടുത്ത് കാണിക്കുന്നത് ഈ തിരുവാതിര കളിക്കാരിലാണ്. അത് മാത്രമല്ല, സ്ത്രീകൾ തമ്മിലുള്ള ഒരു ആഴത്തിലുള്ള ബന്ധത്തെയും ഈ കലാരൂപം സൂചിപ്പിക്കുന്നുണ്ട്. കണ്ണിൽ മഷി എഴുതി, തുമ്പപ്പൂ ചാർത്തി, നൈർമല്യമുള്ള മുഖമുള്ള ഈ സുന്ദരികളായ നമ്മുടെ തിരുവാതിര കളിക്കാർ, നമ്മുടെ മന്ദാര പൂക്കൾ ഇതാ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. നമുക്ക്
ഗുഡ് മോർണിംഗ്. നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ ഗുഡ് മോർണിംഗ് ഒന്നും പറയുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ്. സൗണ്ട് പോരാ. ഗുഡ് മോർണിംഗ്. ഓക്കെ. നമുക്ക് ഓണം എന്താണെന്ന് അറിയാമോ? എന്തോ ഓണം? നോ. ഹൗ മെനി ഓഫ് യു നോ വാട്ട് ഈസ് ഓണം? ചിലർക്ക് അറിയാം, ചിലർക്ക് അറിയത്തില്ല. ഓക്കെ. ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലെ മാത്രമുള്ള ഒരു പ്രത്യേക ഉത്സവമാണ്. വേറെ എങ്ങും ഓണമില്ല എങ്കിലും മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഇന്ന് ഓണം ആഘോഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് മലയാളികൾ ഏകദേശം 160 രാജ്യങ്ങളിലുണ്ടെന്നാണ് പറയുന്നത്. മോർ ദാൻ 160 countries the Malayalis are there. So Onam is celebrated in all these countries. അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിലെ അഡലൈഡിൽ നമ്മൾ വന്നപ്പോൾ we brought our culture also with us, right? അപ്പോൾ മലയാളികളുടെ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യുന്നതാണ് ഓണം. അപ്പോൾ ഈ ഓണത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ആദ്യം വന്ന് കയറിയപ്പോൾ എന്താ കണ്ടു? അത്തപ്പൂ കണ്ടു. ഹൗ മെനി ഓഫ് യു ഹാവ് സീൻ ദാറ്റ് അത്തപ്പൂ? അത്തപ്പൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ആണ് അല്ലേ? ഇപ്പോൾ if you use a single flower it cannot be arranged, so it is a fellowship of flowers, right? കുഞ്ഞുങ്ങളെ ഞാൻ ശ്രദ്ധിക്കണം. You listen to me, okay? So there you find the fellowship. ഇനി നമ്മൾ അടുത്ത കണ്ടെന്ന് വരും, തിരുവാതിര കണ്ടു. തിരുവാതിരയും ഒരാളുടെ ഡാൻസ് ആണോ? Many are doing it together, അല്ലേ? അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഒരു ഫെലോഷിപ്പ് തന്നെയാണ്. ഇനി നമ്മൾ ഇതിന്റെ പിന്നിലുള്ള ഒരു മനോഹരമായ കഥയുണ്ട്, മഹാബലിയെ കുറിച്ചാണ്. അദ്ദേഹം ഹി വാസ് എ കിങ് lived in Kerala. So when a person came to him and asked 3 foot of land to have തപസ് ചെയ്യാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് എത്ര ഫീറ്റ് മണ്ണ് വേണമെന്ന് പറഞ്ഞു? 3 feet. അന്ന് ലീഗൽ മെട്രോളജി ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഈ വാമനൻ അളന്നപ്പോൾ ഒന്നുകൊണ്ട് ഭൂമി മുഴുവനും, 2 കൊണ്ട് ആകാശവും അളന്നു കഴിഞ്ഞു. ഹി മെഷർഡ് എവറിത്തിങ്. സോ ഇനി ഒരു കാലൂടെ വെക്കണം. അപ്പൊ എന്തോ ചെയ്തു? മഹാബലി പറഞ്ഞു, യു ക്യാൻ പുട്ട് ഓൺ മൈ ഹെഡ്, എന്റെ തലയിലോട്ട് വെച്ചോളാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? എല്ലാം ദാനം ചെയ്യുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു പാട്ടൊക്കെ ഉണ്ട്. എന്താ ആ പാട്ട്? മാവേലി നാടുവാണിടും കാലം. ബാക്കി അറിയത്തില്ലേ? ഒന്ന് പാടിക്കേ. റെഡി? 1 2 3 പാടാം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഇതെന്തുവാ? ആമോദമുണ്ട്. പിന്നെന്തൊക്കെയാ ഉള്ളേ? കള്ളവുമില്ല, ചതുവുമില്ല, എള്ളോളമില്ല, പൊളിവചനം. എന്ന് പറഞ്ഞാൽ പറയുന്നത് കർത്താവ് പറഞ്ഞ പോലെ നിങ്ങളുടെ വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല, യെസ് ഓർ നോ, അല്ലേ? നമ്മളാണെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലെന്ന് പറയും, അല്ലെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഉണ്ടെന്ന് ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വാല്യൂ സിസ്റ്റം ഉള്ള ഒരു കൾച്ചറായിരുന്നു നമ്മുടെ, അല്ലേ? അപ്പൊ കള്ളമില്ല, ചതിയില്ല, പൊളിവചനമില്ല, എല്ലാം സത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. അത് തന്നെയാണ് ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമത്വ സുന്ദരമായ ഒരു നല്ല അനുഭവത്തെ കുറിച്ച്, സമത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വാളിറ്റി, അല്ലേ? ഓണത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇക്വാലിറ്റി. അപ്പൊ നമ്മൾ നോക്കി അത് നമ്മുടെ അപ്പച്ചന്മാരല്ല, അല്ലെ? നമ്മുടെ അങ്കിളുമാരെല്ലാം മുണ്ടും ജുബായാണ്, അല്ലേ? നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഏതാ? സെറ്റും മുണ്ടും, അല്ലേ? ഇതിന്റെ എല്ലാം ഡിസൈൻ എല്ലാം ഒരുപോലെയാണ്. അപ്പൊ ഏകദേശം എല്ലാവരും ഒന്നുപോലെയാണ്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, സാധാരണ ഓണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ തറയിരുന്നാ കഴിക്കുന്നത്. എന്നാൽ നമ്മളിപ്പോ തറയിരിക്കാൻ വയ്യാത്തതുകൊണ്ട്, എന്നാൽ
കറികളെല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇപ്പൊ രാജാവാണെങ്കിലും ഏത് നിലയിലുള്ള ആളാണെങ്കിലും ഒരുപോലെ ഭക്ഷണം കഴിക്കുന്ന, ഒരുപോലെ വസ്ത്രം ധരിക്കുന്ന, ഒരുപോലെ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു സമത്വ സുന്ദരമായ അനുഭവമാണ് ഓണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഓണക്കാലം നമുക്ക് അപ്രകാരം ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ്. നമ്മൾ ഇടവക എന്തിനാണ് ഇത് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ചില ആളുകളെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമുണ്ട്. ഇത് ക്രിസ്ത്യാനികൾ ആഘോഷിക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ ഓണം ആഘോഷിക്കാറുണ്ട്. ഞാനൊരു പള്ളിയിൽ ഇരുന്ന സമയത്ത് അവിടെ പള്ളിയിലെ കുഞ്ഞുങ്ങൾ അത്തപ്പൂ കണ്ടപ്പോൾ പ്രായമുള്ള അപ്പച്ചന്മാർ വന്ന് ഇതെല്ലാം വാരിക്കളഞ്ഞു, ഇതൊന്നും നമ്മുടേതല്ല എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെയാണോ? അല്ല, ഇത് നമ്മുടെ ഒരു കൾച്ചറിന്റെ, സംസ്കാരത്തിന്റെ ഭാഗമായി നാം ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. വി ആർ വൺ ഇൻ എസെൻസ് എന്ന് പറയുന്നത് പോലെയാണ്, ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ദൈവികമായ അനുഭവം, അതുകൊണ്ട് തൃത്വത്തിലും ഈ കൂട്ടായ്മയുടെ അനുഭവമാണ്. അതുകൊണ്ട് ഫെലോഷിപ്പാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവിടെ അഡലൈഡിൽ നമ്മൾ വന്നപ്പോൾ ആ കൂട്ടായ്മ സാധ്യമായി തീരുവാൻ നമ്മൾ ഇടവകയായി ചേർന്ന് വന്നു. അതോടൊപ്പം നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ബലത്തെയും ഒക്കെ നമ്മൾ ചേർത്ത് നിർത്തുന്ന ഒരു ഫെലോഷിപ്പിന്റെ അനുഭവമായിട്ട് ഈ വർഷത്തെ ഓണാഘോഷം തീരട്ടെ. ഇതിന്റെ പിന്നിൽ ഒത്തിരി ആളുകളുടെ അധ്വാനമുണ്ട്, അല്ലെ? ഈ ദിവസങ്ങളിലൊക്കെ അവർ ഓണത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന നമ്മുടെ ഇടവകയുടെ ചുമതലക്കാർ, കൺവീനേഴ്സ്, എല്ലാവർക്കും ഒരു നല്ല കൈയടി കൊടുക്കാം. അവരുടെ ആത്മാർത്ഥമായ ഒരു സഹകരണത്താലാണ് ഇതെല്ലാം സാധ്യമായിരിക്കുന്നത്. അത് മാത്രമല്ല, ഇനി അവസാനം നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ട്. ഇത് അനേക ആളുകളുടെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ അനുഭവമാണ്. അതുകൊണ്ട് നാം ഒരുമിച്ച് പറയാനായിട്ട് പോകുന്നത് എന്താ? വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്, അല്ലെ? ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്. അതുപോലെ വി ആർ ഇൻ എ ഫെലോഷിപ്പ് വിത്ത് ഈച്ച് അതർ. ഈ കൂട്ടായ്മ ഇല്ലാതെ നമുക്ക് സാധ്യമല്ല എന്ന ഒരു അനുഭവം കൂടിയാണ് ഈ ഓണം ആഘോഷിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ ഈ കൂട്ടായ്മ ബലപ്പെടുവാനായിട്ട് സഹായിക്കട്ടെ. നമ്മുടെ നാട്ടിൽ നമുക്കുണ്ടായിരുന്ന നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് തിരികെ പിടിക്കുവാൻ അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.
വെറുക്കില്ല നിന്റെ അന്നം ഇവിടെ മുടക്കില്ല വേഷം കെട്ടി കളിച്ചാലോ കേരളമാണ് പൊറുക്കില്ല കലനാട അയ്യപ്പന്റെ നാട പള്ളിക്കൂട തുടങ്ങിയ ചവളത്തിന്റെ നാട നങ്ങലിട നാട കൊച്ചുണ്ണിയുടെ നാട ഇറങ്ങിയ വിറപ്പിച്ച കുഞ്ഞലിന്റെ ചൊരവണ്ണട ഒരു ദുനിയ അതിൽ മുങ്ങി നടക്കണ പഹയ വിധി കടൽ കടന്നൊരു വിളിയ മലയാളി from India ജപ്പാൻ കൊറിയ USA UK മലേഷ്യ ഇന്ത്യ ചന്ദ്രൻ പോലും കുമള മലയാളി from India. मेरे इशारे पे तो दिन दिन नाचा जो ट्विटर पे ट्रेंड हो गया नासिक के ढोल पे धन धन नाचा तो सबका दी एंड हो गया मेरे इशारे पे तो दिन दिन नाचा जो ट्विटर पे ट्रेंड हो गया नासिक के ढोल पे धन धन नाचा तो सबका दी एंड हो गया सारी दुनिया में एक ही फेमस है मुंबई हो और दिखा तुझे मेरा वाला डांस ये मेरा वाला डांस How outstanding was that? Let's give them a big round of applause again. मुझको रंग दे धीमे धीमे रंग दे मुझको रंग दे सोने सोने रंग दे मुझको रंग दे रंग दे रंग दे रंग दे
बाइकॉट तू लगती है जैसे स्विमिंग पूल में फूल कमल का चल दिखा जरा जो तेरा डांस मूव है सुन जरा मस्त ग्रुप है मामला फूल प्रूफ है सोनिए झुक गई एक जोर की बिजली लौट के तेरे चलिश का चमका 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 शो मी द चमका show me the जश्नबाजी की शाम है जश्नबाजी की शाम है क्रिकेट चाल पे ठुमका लगा तेरे शैतानी पे महफिल रंगीन हुए तू दीवाना हुआ मैं भी शौकीन हुए दुनिया चलती है तो चले दुनिया चलती है तो चले रात भर बाल मचे चांद नचे दुनिया भुला के मैं तो तेरे नाल नचना For you could be my one and only मैं तो तेरे नाल नचना And when I see you looking at me I drop back the curtain and leave होने लगे ये अफसाने You know it, so sing it, now throw your hands up and woo! രാമൻകുട്ടി ഒരു കർഷകനായിരുന്നു. അവിവാഹിതനായ രാമൻകുട്ടി തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു. പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത്. വഴിയിൽ ഒരു ജാതി മരം വീണ് കിടക്കുന്നു. രാമൻകുട്ടി ഒട്ടും അമാന്തിച്ചില്ല. ആ മരം പൊക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. പിന്നെയും പിന്നെയും പൊക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു. ആരും വന്നില്ല. അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു. അവർ എത്തി. അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി. അത് കണ്ട് ദേഷ്യം വന്ന രാമൻകുട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചു പോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, മരം നേരെ നിന്നു. ഇത് കണ്ട് തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു. പോക്കറ്റില്ലാത്ത ബനിയൻ ധരിച്ച രാമൻകുട്ടിയുടെ പോക്കറ്റ് വരെ കീറിയിട്ടാണ് പെണ്ണുങ്ങൾ പോയത്. രാമൻകുട്ടി പിന്നീട് ഒന്നും ആലോചിച്ചില്ല. മരത്തിന് ഫാക്ടംബോസ് 2020 സെപ്റ്റംബർ 14 നൽകി. മരം തഴച്ചു വളർന്നു. രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു, നിങ്ങൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും തരൂ, ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. കാരണം മരം ഒരു വരമാണ്. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരുന്ന് തിന്നു. അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത്. രാഘവൻ വരുന്നു.
മരം മുറിക്കൽ ഹോബിയാക്കിയ, അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവല്ലേ. മരങ്ങൾ മുറിച്ച് ഫർണിച്ചർ പണിയുന്നത് തെറ്റൽ. അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു. സംസാരം മൂത്ത് വാക്കേറ്റമായി. അത് പിന്നെ അടിയിൽ കലാശിച്ചു. നല്ല മനസ്സിന് ഉടമയായ രാമൻകുട്ടി കംപ്ലീറ്റ് അടിയും വാരിക്കൂട്ടി. ഒടുവിൽ രാമൻകുട്ടി സർവ്വധൈര്യവും സംഭരിച്ച് രാഘവനോടായി അലറി. മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു. കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിറൊട്ടിയാക്കി മരത്തിലൊട്ടിച്ചു. ഇന്നത്തെ പണി കഴിഞ്ഞ രാഘവൻ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി. തനിക്ക് തല്ല് കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. കാരണം മരം ഒരു വരമാണ്. മരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് മനസ്സിലാക്കിയ രാമൻകുട്ടിയുടെ നാട്ടുകാർ മരങ്ങളെ സ്നേഹിച്ചു. ഇത് കണ്ട രാമൻകുട്ടിക്ക് സന്തോഷം വന്നു. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു. ആ മാസ്റ്റർ പീസ് രാമൻകുട്ടി ഇവിടെയും എടുത്തു. നമുക്ക് രാമൻകുട്ടിയെ മാതൃകയാക്കാം. മരങ്ങളെ, പ്രകൃതിയെ സ്നേഹിക്കാം. Thank you.
నాకు పెట్టలేదు గాని అమ్మో ఈ లవ్వనేది బలుగమ్ము అంటుకున్నదండి పోదునమ్ము ముందు నుంచి అందరన్న మాటే గాని మళ్ళీ అంటున్నానే అమ్ము ఇది చెప్పకుండా వచ్చేదమ్ము ప్రేమ నా పలేదు నన్ను నమ్ము ఎంతగానే ఎదురు చూపుకి తగినట్టుగా నువ్వు తడుపు చలికితే అది దేవుడా దగ్గరైనను చేరదీసివే ఉట్టబొమ్మ ఉట్టబొమ్మ నన్ను సుట్టుకుంటివే జిందగీకే అడ్డబొమ్మై జంట కట్టుకుంటివే ఉట్టబొమ్మ ఉట్టబొమ్మ నన్ను సుట్టుకుంటివే జిందగీకే అడ్డబొమ్మై జంట కట్టుకుంటివే लेके आया रिंग बढ़ जानी आज मेरी क्वीन तू बराबर बोस बोल हरी बार रोज बोल कितना हो मुझे हसीन तू जाओ लफंगे ना इश्क मेरे पंगे फीलिंग तू दिल में दबा ले ओ हवा 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 मुझको उड़ा ले आजा आजा तू मेरे दिल को चुरा ले इश्क वाले घाट पे नाम मेरा लिखा ले बीच में ही फंसी है बात आगे बढ़ा ले കടലും കരയും പിന്നിളങ്ങമല്ലേ സമയം നിലയ്ക്കുവാനൊരുങ്ങമല്ലേ ദിനമല്ലേ
പട്ടുകിട്ടു പറച്ചൊരു കടക്കങ്ങ് മടിച്ചെന്നെ കൊണ്ടിക്കിട്ടു വരിക്കില്ല കിട്ടിക്കി പെണ്ണേ അതിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചും കേട്ടത്തല്ലേ കൊടുക്കപ്പെണ്ണേ ഞാൻ നീയോ ഇനി വന്നേ അമ്മ വിളിക്കുന്നു ഉച്ചയ്ക്ക് ബിരിയാണി കേട്ടോ ബർത്ത്ഡേ ആ ചെമ്പ് പൊട്ടിക്കുമ്പോ ഒരു മിസ് കോൾ ആ
Wachunga? 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 പേന കത്തിക്കൊണ്ട് വിദ്യാലം കൊണ്ടത് ഹരീഷ് തോക്കിൻ കാഞ്ചി വലിശിലം പണ്ട് മാറാത്ത വ്യാധി നെഞ്ചിൽ കൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ട പൊങ്ങി യാവത്ത് ഹട്ടച്ചോര കൊണ്ട് ചൂസടിച്ച് സോഴ ഇവനെ പടച്ചിട്ട വന്നല്ലോ മുറ്റത്ത് മാവേലി പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ ഓണസദ്യ കെട്ടണ്ടേ പായസം കുറ്റണ്ടേ പായസം കുറ്റിട്ട് ഊഞ്ഞാലിലടണ്ടേ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ മാവേലി വന്നേ മാവേലി പോണേ
I think we can do better. So how's everyone doing? Are you enjoying the Onam tonight? Okay, that's a much better response. Thank you. So, as I was introduced, so I've done my first directorial for a devotional music video. So, as I stand before you today as a proud and excited young director of a small, elegant music video, Ennum Nathan Vannengil. The idea of the music video came to be from an individual I know, Mr. Marshall Kemathai. So Mr. Marshall Kemathai and I were involved in a theatre production a couple of years ago. So he asked me if I can create a video for him for a song that he's wrote. So with the passion of directing at heart, I took it as a privilege to become the captain of this small yet wonderful product. So I had the opportunity to create a music video for a song sung by Marion Gregory, who is an award-winning Indian playback singer, who came into the industry via a popular reality TV show, Idea Star Singer. എല്ലാവർക്കും ഐഡിയ സ്റ്റാർസിനെ കുറിച്ച് അറിയാമോ? എല്ലാവർക്കും അറിയത്തില്ല, എല്ലാവരും മറന്നുപോയി അതൊക്കെ അല്ലേ? നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കണ്ടുള്ള കാര്യമാണ് ഈ ഐഡിയ സ്റ്റാർ സിംഗർ. So she came through that TV show, Idea Star Singer, and so she sang this melodious song, Uyirin Nathane. So has everybody heard that song before? Uyirin Nathane? From the film Joseph? No one's heard that song before. Okay, so you should check it out when you head home tonight. So Uyirin Nathane, sung by none other than Marion Gregory. Okay, so being a Malayali, I didn't want to forget my mother tongue when I began this venture. So some of you might be wondering why I chose a moment like this to talk about it. So when I create a Christian music video, I wanted to share the news with everyone who's been around me since I was a kid. And moreover, as we celebrate Onam, it is also important that God's work is also uplifted. Furthermore, along with directing the music video, I also had the opportunity to be a small part alongside many others from our church and my social circle. So one of the unique parts about my directorial is that I was fortunate to include individuals of various age groups. So from our church, we have my mom, Sylvie John. Our beloved Achan, Reverend G. Wilson, is also a part of it, who has agreed without hesitation and without any second thoughts. We also have Jesslyn Wergis, Rajiv Wergis, Rhythm, Rhyme, and Eliama Wergis, who wholeheartedly participated alongside many of my friends I've come to know over the years. So I'm happy that God has enabled me to take this opportunity further from a journey where it began on a stage with fellow actors from different countries at the age of 17. And being able to continue the journey with our fellow Malayalis, with the help of a young talented stage director, Emil Madhavi from Bishop Balidangal, which took place last year. So Emil Madhavi, who's a well-known artistic director who has unique techniques to showcase different talents. It was him who recognized the director in me. So fast forward to now, having directed my first Christian music video, and as my team and I prepare to launch our product, I ask that all your prayers, wishes, and support will be with us. Thank you.
यही मेरा कसूर, हाथों से अपने मुकरता नहीं, मरने से मैं कभी डरता नहीं। थोड़ा साफ जानी लगता है राता तो बड़ी लंबी नहीं रखी है मुट्टे यार ने है देखदा परांदा नहीं हो देखदा परांदा फिक्र तो लग ढील तीनों एक बारी दस दो जी निकल शकीनो कल ही तू इटली तो आई मर जानी तेरे पर्स तू पेरिस तो मंगाया वैलेंटिनो हाँ तेनू क्यों ना देखा तेरे को की सिखा तेरे दे की लिखा हुसन तेरा तौबा 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 कोई न रे उड़ात रे उठ तोड़े रे छुट्ट मुझे रे പോകുമെന്ന മുൻഗണിച്ച മൂടരെ ശക്തിയുള്ളവന്റെ കുട പിടിക്കുമൽപ്പരെ കണ്ണൂരിനൊപ്പ് കറിയിട്ട സ്വാർത്ഥരെ അന്നിനാഞ്ഞു കൂടകാലം ഇന്ദിവന്റെ ഊഴം കണ്ടുറന്ന് കണ്ണിറച്ച് കാണുക മോണെ ചാട പച്ചയായ ചാട പുച്ഛമാണ് പോള കുഞ്ഞിറങ്ങി നോക്കണ ചാട ചുറ്റുമുള്ള സൂര്യ കയ്യവർക്ക് പോലെ നിന്ന് ദുഃഖമാ നടന്നു ചാടം ചിരിച്ചിരിപ്പ് ചാടം നല്ല വലിയ ചാടം നല്ല പോലെ നാട്ടിൽ നിന്ന് പാടുക സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരിൽ എന്റെ ആരാധ്യത ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. സുന്ദരിയേ വാ, വെണ്ണിലവേ വാ,
അവസരം. പഴയ ഡാൻസ്, പഴയ പാട്ട്. വേറെ പാട്ടോ എന്നാ പിടിച്ചോ 3 4 നാടിൻ നന്മകനെ പൊന്മകനെ മുത്തകവനെ ഇന്നും സൂര്യനും ചന്ദ്രനും നയവനും കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ അന്നൻ ഈശ്വരച്ചോരാട്ടപ്പുള്ളി ഇടയാക്കുന്നോരിക്കും നിന്നോരിക്കും എന്റെ യാവത്തെ കട്ടച്ചോര കൊണ്ട് ചൂസടിച്ച് സോറ സമ്പത്ത് നൊടിയും ഹൃദയാനിൽ കരുത്തിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുള്ള No hiciste nada, no hiciste nada, no hiciste nada. Otro poquito más, otro poquito más, otro poquito más, otro poquito ahí. Kuriquita café, kuriquita cata, kuriquita café, kuriquita café. Sorry about that. മറക്കിടക്കം വരുന്നില്ല
गाली कच्चा दिल का कोरिंपा पंडे नंदिचा पत्ता पंचिंपा कुछ न जगले कुंके पंचिंपा पुच्चा चिकया मनसल चिकया कच्चा लेका याद पानीपा मलिया गाली मुने बंदिगा पुपुद्रा ഇതോ നീ വീട്ടിൽ പുതിയ പിള്ളേരോട് പറ മലയാളിയായിരുന്നു സംഭവങ്ങൾ സ്ഥലങ്ങൾ എന്നിവ യാഥാർത്ഥ്യമാക്കി കിട്ടുക ഇവ യഥാർത്ഥ സംഭവമായും ജീവനപരമായും മനുഷ്യരുമായും യാതൊരു ബന്ധവുമില്ല എന്തെങ്കിലും ഡീറ്റെയിൽസ് പോസ്റ്റ് അതിരിച്ചും വ്യാപിച്ചിട്ടുമാണ് AMTCയുടെ ഓണം കമ്മിറ്റി മീറ്റിംഗ് വല്ലതും നടക്കുമോ? വാ കാണാം. ഇതാരാ വരുന്നേ? സെക്രട്ടറി ബിബിൻ അല്ലേ? സെക്രട്ടറിയുടെ പണി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പണി കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നാർക്കൊക്കെയാ പണി കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ആകെ ഇനി ഒരാഴ്ചയോടെ ഉള്ളൂ നമ്മുടെ ഓണം പ്രോഗ്രാം ഓണത്തുമ്പിക്ക്. എനിക്കത് ഇഷ്ടംപോലെ വോളണ്ടിയേഴ്സിനെ ആവശ്യമുണ്ട്. പക്ഷേ പിള്ളേരുടെ ഡാൻസിന് വേണ്ടി ഒരാളും മുമ്പോട്ട് വരുന്നില്ല. ഇതിപ്പോ 6ാമത്തെ ഫോൺ കോളാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളെങ്കിലും പ്ലീസ് നോ എന്ന് പറയരുത്. അയ്യോ ഫോട്ടോ വെക്കല്ലേ പ്ലീസ് ഫോട്ടോ വെക്കല്ലേ. പണി കൊടുക്കുന്ന പണിയും ഒരു വലിയ പണിയാ. നമ്മുടെ ട്രസ്റ്റ് ജിയോ വരുന്നതെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. എൻ്റെ ദൈവമേ, ഈ പെണ്ണുകൾ പോവാലും ഓൺലൈനിൽ ഓർഡർ ചെയ്യണമല്ലോ. ഇവർക്ക് അറിഞ്ഞുകൂടെ ഓൺലൈനിൽ വില കൂടുതലാണ്. ആ അമ്മച്ചിയുടെ കടയിൽ നിന്ന് ചീപ്പായിട്ട് പോകും. കുറച്ച് അഴുകിയതാണെങ്കിൽ അത് വാങ്ങിക്കൂടെ? ശേ, അങ്ങനെ അതൊരു തീരുമാനമായി. നമ്മുടെ ക്വസ്റ്റ്യന്മാർക്ക് ജിബു അല്ലേ? ഇയാള് ചോദിക്കാത്ത ചോദ്യങ്ങളില്ല.
ഇത് എന്തുമാത്രം ഫുഡാന്നേ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഓർഡർ ചെയ്തേക്കുന്നത്? ഇതെന്താന്നേ ഇതിനു മാത്രം കസേര ഒരു പരിപാടിക്ക് വേണ്ടി? ആരാണെങ്കിലും ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ആ ചോദ്യത്തിന് ഇനി ഉത്തരം കിട്ടുമോ എന്തോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ സെൽഫി ക്വീൻ ആനി അല്ലേ വരുന്നത്? എന്തോ ചെയ്യുന്നതെന്ന് നോക്കാം. Hello friends, are you ready for the most exciting event of the year? Well, I am just about to enter the meeting for it. Wish me luck! चल बेटा सेल्फी ले ले रे चल बेटा सेल्फी ले ले चल बेटा सेल्फी ले ले रे. ആ കൂടെ വന്ന് നമ്മുടെ പുതിയ കമ്മിറ്റി മെമ്പർ ആണ് കേട്ടോ. അയ്യോ 8 മണിയായി. അങ്ങനെ സ്ലീപ്പിംഗ് വിട്ടിട്ട് ടൈമിൽ ചെയ്യുന്നു. അടുത്ത് വരുന്ന നമ്മുടെ ഷിബു അല്ലേ? പുള്ളി പിന്നെ വരുന്ന കഴിക്കാൻ വേണ്ടി മാത്രം. എന്തൊക്കെയായാലും സത്യം അത് സൂപ്പർ. അതിനകത്ത് ഒരു കോംപ്രമൈസും പാടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മീറ്റിംഗിന് വല്ലതും കഴിയാൻ കിട്ടുമോ? ദോശയുണ്ടോ ചേട്ടാ കിടലൻ ദോശ, കാപ്പിയുണ്ടോ ചേട്ടാ കട്ടൻ കാപ്പി, അപ്പത്തിനു കൂട്ടാൻ മുട്ടക്കറി, മുട്ടിനു കൂട്ടാൻ കടലക്കറി, തരനാരതില്ലോ തരതനാരതില്ലോ. ആ തിന്നോ തിന്നോ. അടുത്ത് വരുന്ന നമ്മുടെ റെഗുലർലി ഇറഗുലർ സെക്രട്ടറിയുടെ അടിമ രാജീവാണ്. ഹലോ ഹലോ, എന്തുകൊണ്ട്? സോറി, ഞാൻ കുറച്ച് ലേറ്റായി. ഭയങ്കര ട്രാഫിക് ആയി. अरे कौन सा ट्रैफिक? अडलेड में कौन सा ट्रैफिक है? आपको पता है कितने बजे मीटिंग स्टार्ट हुआ? आप हमेशा ही ऐसा करते हो यार. അതെ, वो सब जाने दो ना यार. നമുക്ക് ഈ പരിപാടി ഭയങ്കര ഹൈഫൈ ആക്കണം കേട്ടോ. ആ ഡോൾബി സറൗണ്ട് സൗണ്ട്, പിന്നെ അവിടുന്ന് തുക, ഇവിടുന്ന് സൈലൻസ് എവരിവൺ. വിപിൻ, വോളണ്ടിയേഴ്സിനെ കുറിച്ച് ഭാരപ്പെടണ്ട. നമ്മുടെ യൂണി സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരെ അകത്തോട്ട് വിളിച്ചോ. ശരി അച്ചോ. ജിയോ, ഓൺലൈൻ ഫ്ലവേഴ്സാണ് നല്ലത്. നമ്മുടെ ലേഡീസിനെ കൂടുതൽ വിഷമിപ്പിക്കണ്ട. ശരി അച്ചോ. ജിബു ഒത്തിരി ചോദ്യം ചോദിച്ച് മാവേലിയെ പറഞ്ഞയക്കേണ്ട കാര്യം. ഞാൻ ഇൻവിറ്റേഷൻ എല്ലാം അയച്ചിട്ടുണ്ടല്ലോ, അതോ സെൽഫി മാത്രമേ ഉള്ളോ? പ്രത്യേകിച്ചൊന്നുമില്ല, ഉറങ്ങിക്കോ. ജിബു, ഭക്ഷണത്തിന്റെ കാര്യത്തെ കുറിച്ച് യാതൊരു വറിയും വേണ്ട, അതെല്ലാം നമ്മുടെ പാപ്പച്ചാൻ നോക്കിക്കോളും. ഓക്കെ രാജീവ്, ഓട്ടോ താങ്ക്സ് ഒക്കെ റെഡിയാണല്ലോ? അതിനു മുമ്പ് ഞെത്തിയേക്കണേ. ശരി അച്ചോ. टाइगर का टाइगर
ചിങ്ങമാസത്തിലെ തിരുവോണനാളിലാണ് മലയാളികൾ അവരുടെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കുന്നത്. എന്തിനാണ് ഓണം നമ്മൾ ആഘോഷിക്കുന്നതെന്ന് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ നീതിമാനായ മഹാബലി ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീർത്തി 3 ലോകങ്ങളിൽ പരന്നപ്പോൾ അദ്ദേഹം വിശ്വ കീഴടക്കാനായി വിശ്വജിത് യാഗം നടത്തുവാനായിട്ട് തീരുമാനിച്ചു. ഇതിൽ അസൂയ പൂണ്ട ദേവകൾ വിഷ്ണുവിൻ്റെ അവതാരമായ വാമനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് അയക്കുകയും അദ്ദേഹത്തോട് 3 അടി മണ്ണ് ചോദിക്കുകയും ചെയ്തു. 2 അടി കൊണ്ട് ലോകം മുഴുവൻ അളന്നു കഴിഞ്ഞ വാമനന് തൻ്റെ ശിരസ് കുനിച്ചു കൊടുത്ത് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് ഉണ്ടായത് എന്ന ഐതിഹ്യം നമ്മൾ മലയാളികൾ ഒരുമിച്ച് ജാതിഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു അവസരമാണ് തിരുവോണം. ചിങ്ങമാസത്തിലെ അത്തം മുതൽ 10 വരെയുള്ള നാളുകളിലാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത്. തിരുവോണത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് പൂക്കളം, നമുക്ക് എന്താണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? പൂക്കളം, ഉടികളി, പ്രത്യേകിച്ച് ഓണസദ്യ, വിളവെടുപ്പിൻ്റെ കൂടി ഉത്സവമാണ് ഓണം. അപ്പോൾ ഇതെല്ലാം ചേർന്ന ഈ ഓണത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച മഹാബലി ചക്രവർത്തിയെ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് വരവേൽക്കാം. ഒരു നല്ല തിരുവോണ ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആഘോഷിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്ത് മലയാളികൾ എവിടെയുണ്ടെങ്കിലും ഓണം ആഘോഷിക്കുന്നെങ്കിലും കേരളത്തിലെക്കാട്ടിൽ കൂടുതൽ ഓണം ആഘോഷിക്കുന്നത് വിദേശത്ത് തന്നെയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ കൊച്ചടലയിലും നമുക്ക് ഈ ഓണാശംസകൾ പറയാനായിട്ട് വന്നത് മഹാബലി തിരുമേനിയെയും പുലികളിക്കാരെയും നമുക്ക് ഒരിക്കൽ കൂടി ആർത്തോ പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാം. ആർത്തോ! എല്ലാവർക്കും നമ്മുടെ മാവേലിനെ വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓണം ഉണ്ണാനായിട്ട് മാവേലി പോയിരിക്കുകയാണ്. നമുക്കും പുറകെ പോകാം. ഇനി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എല്ലാ പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു നിധി? എനിക്ക് തോന്നുന്നത് വളരെയധികം അടിച്ചു പൊളിച്ച് നന്നായിട്ട് പെർഫോം ചെയ്തെന്നാണ്. ഇവിടെ കലാകാരന്മാരും കലാകാരികളും വളരെയധികം മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ഇനി എന്താണ് നമ്മുടെ പരിപാടി? ഈ പരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലേ? പരിപാടിയൊന്നുമില്ല. സോ ബിഫോർ ദാറ്റ്, നിധി, ഫവാസ്, so beautiful, so elegant, just looking like a wow. All right, so guys, we're done. Thank you so much for your patience today, and thank you. So we've come to the end of our cultural programs. So let us welcome the conveners of Onam 2024 Onathumbi, Shilil Matthew and Annie Jacob, to give the word of thanks. All right, happy Onam everyone. Thank you. I am not a sleeping beauty, but it's okay. It's not yet. 8 o'clock, yeah, it's 8 o'clock. Anyways, I know everyone is waiting for Sadhya and games, so just give me a little bit more time. I just need to go through a list of gratitude, so just bear with me, yeah. First of all, I would like to thank Almighty. Thank you, Jesus. Thank you for your grace, for your mercy, for your favor upon this Onathumbi. Thank you very much. All glory and honor to you, my Lord. On behalf of my co-convener Annie and committee members, I would like to extend our gratitude to a list of people. Firstly, I want to thank Achin. Thank you very much, Achin, for your continuous support, for your unwavering encouragement, and so many suggestions and recommendations. We really, really appreciate it. Throughout the planning and execution of this Onathumbi, you were always with us from the start till the end. Thank you very, very much, Achin. Can we have a round of applause for Achin, please? Thank you. And then
the C Company. Thank you very much, my dear committee members, each one of you. I mean, the hard work, the dedication, the commitment that you guys have shown, like hats off, especially to two new people like us who don't know ABCD of, organizing any Onam program. This has been a beautiful experience. Every suggestion, every guidance that you guys have provided, we are very, very grateful to you. Thank you very, very much. Then when you guys entered, you guys have seen this beautiful Attapu, the beautiful frame, the photo booth that has been decorated. Everyone is going there and taking photos. Thank you to each one of those people who helped in doing this decoration, who had the creative mind behind this decoration, this flower things. My goodness, like hats off to you guys. If it was just left alone to us, it would have been in shambles. So thank you very much to the decoration team. Thank you. To our talented, extraordinary performers, thank you so much. I know it's been a tight schedule this year, but you guys have done an incredible job in such a short period. So thank you from the bottom of our heart to each one of you, from the little tots to the seniors to everyone who performed. Thank you very, very much. We are very grateful to you. As mentioned earlier, I know that this year we didn't get much time to practice. It was a very short period. However, the coordinators for each of the tasks, including the performance, be it the sadhya, be it the decoration, be it the games, the performance, every coordinator, hats off to you for leading and organizing each task, each performance. A huge round of applause to all the coordinators, please. Now I'll leave something for Annie. In case I've forgotten something, it's not because their name is not written, it's just because I'm nervous and I might have forgotten things. So I'll leave everything else to Annie. Happy Onam, everyone. Okay, let me continue the thanking responsibility given to me. As Cheryl said again, thank you all for bearing both of us. We are so new to this task, thank you. Really appreciate all the silly questions we have asked, all the multiple calls you have made, the messages and all that, but really appreciate that. Okay, now coming to the technical team, whoever is sitting behind the desk and everyone who is involved in setting this speakers and sound systems and all, we thank you so much for coming so early in the morning to set all these things up. Volunteers, there's so many youths and all, who came in last moment, just to do the setup of the chairs, and randomly be there, for whatever we ask, can you do this, yeah, thank you so much for being there and there. Then we have a special thank you to the two beautiful ladies who's been standing here throughout the programs, and they've been practicing all this, coordinating all this in so many days. Thank you, Nimi. Thank you, Nimi. You did an amazing job. You are too beautiful, too elegant, okay? Love you both. Okay, lastly to all of you, our beloved church members, friends and family, thank you for coming us and for the amazing participation you have given us and for the amazing energy you have brought us. Your presence have made Unatumbi a great success. Thank you so much. Thank you all. നമ്മുടെ ഓണാഘോഷ പരിപാടി ഇത്രത്തോളം അനുഗ്രഹകരമാകുവാൻ ദൈവം നമ്മളെ സഹായിച്ചു നൽകിയ എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞെങ്കിലും ABCD അറിയാത്ത രണ്ടുപേരുണ്ടായിരുന്നു. ആരൊക്കെയാ? നമ്മുടെ ആനയും ഷെറിലും. ബട്ട് ദേ നോ ദി XYZ. എല്ലാം നന്നായി അവർ ചെയ്തു.
Let us give Annie and Cheryl a big clap. അതുപോലെ തന്നെ ഇന്ന് ആവശ്യമായ നേതൃത്വം നൽകിയതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവരുടെയും പേരുകളൊക്കെ ഇവിടെ പറഞ്ഞു. നമ്മുടെ MC ടീം, അതുപോലെ ഓരോ ടീമായിട്ട് ഇവിടെ നിങ്ങൾ പ്രവർത്തിച്ചു. ഇനി ഒരു വലിയ ടീം ഫുഡ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ അധ്വാനിച്ചതായിട്ടുള്ള അനേകരുണ്ട്. ഇടവകയുടെ കൈസ്ഥാന സമിതി ഏറ്റവും അനുഗ്രഹകരമായ നേതൃത്വം നൽകി. വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ, ഇപ്പോൾ പേര് പറഞ്ഞാൽ എല്ലാവരുടെയും പേര് പറയേണ്ടതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഒരു വലിയ കൂട്ടായ്മ, ബിഗ് ഫെലോഷിപ്പ് വാസ് ദെയർ. They all worked together for the last many days and made it a wonderful event. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ടീം അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ കൂടുതൽ ബലപ്പെടുവാൻ ഈ നാളുകളിൽ ഓണാഘോഷങ്ങളിലൂടെയും മറ്റ് കൂട്ടായ്മകളിലൂടെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.